രേവതി സച്ചിക്ക് പൂരി മസാല വായിൽ വെച്ച് കൊടുത്തപ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും അങ്ങോട്ട് ദഹിച്ചില്ല. രവിയേട്ടന് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ നിർബന്ധിക്കുകയാണ്, ഒന്ന് ഇൻസൈഡ് ചെയ്യുമോ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുന്നത്. അപ്പോൾ സച്ചി പറയണത് ഞാൻ ഇൻസൈഡ് ചെയ്യാറില്ല, എൻ്റെ ഒരു ആഗ്രഹമല്ലേ പ്ലീസ് എന്ന് പറയുന്നത്. അങ്ങനെ രേവതിയുടെ ആഗ്രഹത്തിൻ്റെ മേൽ നമ്മുടെ സച്ചി അടിപൊളിയായിട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് കോണിപ്പടി ഇറങ്ങിയിട്ട് വരികയാണ്. അത് കാണുമ്പോൾ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയൊക്കെ കണ്ണ് തള്ളുണ്ട്. എന്നിട്ട് സച്ചി നേരെ പോകാൻ നിൽക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു, അതെ നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് പോവല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് നേരല്ലേ, ഞാൻ പോവാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പൂരി മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നത്. അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ സച്ചി കൈ കഴിയിട്ട് വരാം, കൈയൊന്നും വേണ്ട ഞാൻ വാരി തരാമെന്ന് പറഞ്ഞ് സച്ചിക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ. കാരണം അത്രയും സ്നേഹമാണ് രേവതിക്ക്. അപ്പോൾ അത് കാണുമ്പോൾ ഇവർക്ക് പറ്റണില്ല. അങ്ങനെ സച്ചിയോട് പറയുകയാണ്, അതെ ഞാൻ പാർസൽ വെക്കുന്നുണ്ട്, നിങ്ങൾ വൈകുന്നേരമൊക്കെ അത് കഴിച്ചാൽ മതി കേട്ടോ പറയുകയാണ്. അങ്ങനെ പാർസലും കെട്ടി കൊടുക്കുകയാണ് കേട്ടോ രേവതി സച്ചിക്കുള്ളത്. അങ്ങനെ സച്ചി പോകാൻ നിൽക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ രേവതി പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണം, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറയാണ്. അങ്ങനെ ഒരു അടിപൊളി സെൽഫിയൊക്കെ എടുക്കുകയാണ്. അത് കാണുമ്പോൾ ശ്രുതിയുടെയൊക്കെ കണ്ണിങ്ങനെ തള്ളിപ്പോവാണ്. ഓ ഇവരെന്തുമാത്രം സ്നേഹമാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഈ സ്നേഹമൊക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് അവളെ വീണ്ടും ചവിട്ടിത്താത്തു അവൻ എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്യുക. ഓക്കെ.